നെയ്യാറ്റിൻകരയിൽ ഗോപന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുന്നു. ബന്ധുക്കൾക്ക് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടു നൽകി അത് ആറാലുമൂട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഷിജോ കുര്യൻ വിവരങ്ങളുമായി മെഡിക്കൽ കോളേജിൽ നിന്ന് ചേരുന്നു. ഷിജോ, ബന്ധുക്കൾ ആ മൃതശരീരം ഏറ്റെടുക്കുകയാണ്. അജിംസ, ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുക്കും. ഏതാണ്ട് അല്പസമയത്തിനകം നെയ്യാറ്റിൻകര ഗോപന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. ഏതാണ്ട് 2 മണിക്കൂറിലേറെ നീണ്ടു നിന്ന ഒരു പോസ്റ്റ്മോർട്ടം നടപടികളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നടന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാവുന്നതുപോലെ 1-1.5 മണിക്കൂറുകൾ കൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുന്നതാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇതിൽ വളരെ വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പരിശോധന നടത്തിയതിനു ശേഷം മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പൊതിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരും പോലീസും കടന്നിട്ടുള്ളത്. അല്പസമയത്തിനകം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും. ഈ മൃതദേഹം മകൻ സനന്ദനെ ഏൽപ്പിച്ച് ഇവിടുന്ന് വീട്ടിലേക്ക് കൊടുത്തുവിടുകയാണ് ചെയ്യുക. കാരണം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും എന്നുള്ള തീരുമാനമാണ് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചതാണ്. അതിന് പ്രകാരമാണ് മകനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തത്. മകൻ ഇപ്പോഴും ഈ പുറത്ത് വെയിറ്റിംഗ് ഏരിയയിൽ കാത്തിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മൃതദേഹം ബന്ധുക്കൾ വീട്ടിൽ കൊണ്ടുപോയി ഒന്നുകിൽ അവർ പറയുന്ന പോലെ തന്നെ വീണ്ടും സമാധിയിരുത്തുകയോ സംസ്കരിക്കുകയോ ഒക്കെ ചെയ്യും. എന്തായാലും അല്പസമയത്തിനകമായിരിക്കും മൃതദേഹം വിട്ടു നൽകുക. വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നടന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇത് വളരെ പ്രമാദമായിട്ടുള്ള ഒരു കേസാണ്. വലിയ തരത്തിൽ മാധ്യമ ശ്രദ്ധയടക്കം നേടുകയും എല്ലാ ഇടങ്ങളിലും വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തൊരു കേസ് കൂടി ആയതുകൊണ്ടാണ് വിശദമായിട്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് 8 അംഗ ഡോക്ടർമാരുടെ സംഘം കടന്നത്. 8 അംഗ ഡോക്ടർമാരുടെ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. എന്തായാലും അല്പസമയത്തിനകം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും. 3 തലങ്ങളിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത്. ഒന്ന്, സ്വാഭാവികമായിട്ടുള്ള മരണമാണോ എന്നുള്ള പരിശോധന. മറ്റൊന്ന്, മുറിവുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ഷതങ്ങളോ ഏറ്റിട്ടുണ്ടോ എന്നുള്ള പരിശോധന. വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധന. അങ്ങനെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ വിശദമായിട്ടുള്ള പരിശോധനകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആശുപത്രി അധികൃതർ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന ഫലം വരാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടത്തിലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ക്ഷതമോ മുറിവോ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒന്നുകിൽ ഡോക്ടർമാർ അല്ലെങ്കിൽ പോലീസാണ് പങ്കുവെക്കേണ്ടത്. കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന് തന്നെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം മൃതദേഹം പുറത്തേക്ക് ഇറക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അജിംസ്, ശരി.